ഹോട്ടലുകളിലും ബേക്കറികളിലും കൂൾ ബാറുകളിലും കഴിഞ്ഞ വാരം അരങ്ങേറിയ റെയ്ഡുകളിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ശുചിത്വത്തിന്റെയും സത്യസന്ധതയുടെയും കാര്യത്തിൽ ചതിക്കപ്പെടുന്ന ഉപഭോക്താക്കളുടെ ദയനീയമായ കാഴ്ചകളിലേക്ക്. തൃശൂർ നഗരത്തിലും ജില്ലയുടെ വിവിധ മുനിസിപ്പാലിറ്റികളിലും ഗ്രാമങ്ങളിലും ഹോട്ടലുകളിലും ബേക്കറികളിലും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ റെയ്ഡിൽ ശുചിത്വമില്ലായ്മയുടെയും തട്ടിപ്പിന്റെയും വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നു. ഭക്ഷ്യസുരക്ഷാ വിഭാഗം 7 ഹോട്ടലുകൾ അടപ്പിച്ചു. 4 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. ആരോഗ്യവകുപ്പ് നടത്തിയ റെയ്ഡിൽ 28 സ്ഥാപനങ്ങൾ പൂട്ടിച്ചു. 1751 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. 3 ലക്ഷത്തോളം രൂപ പിഴ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ കടകൾ പൂട്ടിക്കുമെന്നാണ് നോട്ടീസ്. ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പും ഈ ആത്മാർത്ഥതയിൽ വെള്ളം ചേർത്തില്ലെങ്കിൽ നിരവധി ഹോട്ടലുകളും ബേക്കറികളും പൂട്ടുമെന്നുറപ്പായി. ഭക്ഷണം വിളമ്പുന്ന സ്ഥലങ്ങൾ അതിമനോഹരമാണ്. മാർബിളും ടൈൽസും സ്റ്റീൽ കസേരയും തിളങ്ങുന്ന മേശയും കണ്ടാൽ ആരും ഒന്ന് മോഹിക്കും. ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് ചെന്നത്. മിക്ക സ്ഥാപനങ്ങളിലും ശുചിത്വമില്ല. പഴകിയ ഭക്ഷണങ്ങൾ മാസങ്ങളോളം സൂക്ഷിച്ച് ചൂടാക്കി കളറ് പൂശി കൃത്രിമ മണം പുരട്ടി സ്ഫടിക പാത്രത്തിൽ വിളമ്പുന്നു. പല അടുക്കളകളും മലമൂത്ര വിസർജനം നടത്തുന്നതിനടുത്ത്. വൃത്തിഹീനമായ വെള്ളം ഭക്ഷണം ഉണ്ടാക്കാൻ. ഹെൽത്ത് കാർഡ് ഇല്ലാത്ത തൊഴിലാളികൾ, വൃത്തിയുള്ള വസ്ത്രം ധരിക്കാത്ത പാചകക്കാർ, ചിലർ രോഗികൾ. 1 മാസമായി സൂക്ഷിക്കുന്ന ഇറച്ചിയും പാലും പലവട്ടം ഉപയോഗിച്ച് കറുത്തിരുന്ന പാചക എണ്ണ രോഗവും മാലിന്യവും പാഴ്സലായി വിൽക്കുന്നു എന്നല്ലേ ഇതിന് സാരം. ഇനി വിലയാണെങ്കിലോ തോന്നിയ പോലെ. തമിഴ്നാടൻ പാക്കറ്റ് പാൽ ചായയ്ക്ക് ഉപയോഗിച്ച് ക്യാൻസറും വൃക്കരോഗവും സൗജന്യമായാണ് പല ഹോട്ടലുകളും വിളമ്പുന്നത്. നാളുകളായി ഇതല്ലേ നമ്മുടെ ചില ഹോട്ടലുകൾ ചെയ്തിരുന്ന സൂത്രപ്പണി. നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ അടുക്കള വരെ ചീഞ്ഞു നാറുന്നുവെന്ന് കണ്ടെത്തി. ഒരു സന്തോഷം വിൽക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മായം കലർത്തിയ ഭക്ഷണവും പിടിച്ചു. അവിടെ മായം ചേർക്കാത്ത കാബറേ ഡാൻസും പതിവാണത്രേ. ഫിലിപ്പീൻസുകാരികളുടെ ആട്ടം കാണുന്നവന്റെ വായിൽ ചീഞ്ഞു നാറുന്നത് വെച്ചു കൊടുത്താൽ ആരറിയാൻ. തൃശൂർ നഗരത്തിൽ ജനം വല്ലാതെ വിശ്വസിച്ച് ഭക്ഷണത്തിന് ഏറെ നേരം ക്യൂ നിന്ന് ഒരു ചോറിന് 70 രൂപ നൽകി ആസ്വദിച്ച് കഴിക്കുന്ന വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് പിഴ ഈടാക്കിയത് 1 ലക്ഷം രൂപയാണ്. ഇനി നാം ആരെ വിശ്വസിക്കും? ഉപഭോക്താക്കൾ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് വ്യക്തം. എന്നാൽ ഇക്കാര്യം വ്യക്തമാകാത്ത ഒരു കൂട്ടരുണ്ട്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇത് മനസ്സിലായിട്ടില്ല. ഇനി റെയ്ഡ് തുടർന്നാൽ സംസ്ഥാനത്തൊട്ടാകെ ഹോട്ടൽ അടച്ചിടുമെന്നാണ് ഇവർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതെ, ഇനി റെയ്ഡ് നടത്തരുത്. അടുക്കളയിലെ നാറ്റക്കേസ് പുറത്താക്കരുത്. ഭക്ഷണം പാകം ചെയ്യുന്ന മലിനജലം കണ്ടാലും മിണ്ടരുത്. മൂത്രപ്പുരയ്ക്കടുത്ത് ദോശ ചുട്ടാലും ഹായ് എന്തു മനോഹരം എന്ന് പറയണം. ഇൻകുലാബ് സിന്ദാബാദ്. ജില്ലയിലെ സ്കൂളുകളിലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. അവിടെയും ഇതുതന്നെ സ്ഥിതി. ശുചിത്വമില്ലാത്ത 138 സ്കൂളുകളിൽ ഉദ്യോഗസ്ഥർ മൂക്കുപൊത്തി. 108 സ്കൂളുകൾ സ്വകാര്യ മേഖലയിലേതാണ്. അധ്യാപകരെ നിയമിക്കാൻ ലക്ഷങ്ങൾ കോഴ. ശമ്പളം സർക്കാരിന്റെ കീശയിൽ നിന്ന്. സ്കൂളാണെങ്കിൽ നാറുന്ന നിലയിലും. 136 സ്കൂളുകളിൽ ഗുണമേന്മയില്ലാത്ത ഭക്ഷണം പാകം ചെയ്യുന്നതായി കണ്ടെത്തി. കുട്ടികൾ രോഗികളായെങ്കിൽ അധ്യാപകർക്കെന്ത്? ശമ്പളം മുടങ്ങിയാൽ വിവരമറിയും. 357 സ്കൂളുകളിൽ കുടിവെള്ളത്തിൽ പോലും മാലിന്യം. 98 സ്കൂൾ പാചകപ്പുരകൾ തൊഴുത്തിനേക്കാൾ പരിതാപകരം. 16 സ്കൂളുകളിലെ പാചകക്കാരെ കണ്ടാൽ ഛർദ്ദിക്കും. 23 സ്കൂളുകളിൽ വൃത്തിഹീനമായ പാത്രങ്ങൾ ഉപയോഗിക്കുന്നു. 61 സ്കൂളുകളിൽ കൊതുകിനെ ഊട്ടി വളർത്തുന്നു. 98 സ്കൂളുകളിലെ മൂത്രപ്പുരകളിൽ ചെന്നാൽ തലചുറ്റി വീഴാതിരിക്കാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കരുതണം. കാഞ്ചീപുരം സാരിയും അമേരിക്കൻ സ്യൂട്ടും ഇട്ട് വന്ന് ആയിരക്കണക്കിന് രൂപ ശമ്പളവും എണ്ണി വാങ്ങുന്ന പൊന്നു ടീച്ചർമാരെ നിങ്ങളുടെ മുന്നിൽ സാഷ്ടാംഗം വീഴുന്നു. ഹോട്ടലുകളെ പഴിച്ചതിന് മാപ്പ്. അനുബന്ധം. കൊരട്ടി പഞ്ചായത്തിൽ ഇനി മദ്യശാലകളും കള്ളുഷാപ്പുകളും ബാറുകളും വേണ്ടെന്ന് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് തീരുമാനമെടുത്തിരിക്കുന്നു. ജില്ലയ്ക്ക് തന്നെ അങ്ങനെ കൊരട്ടി മാതൃകയായിരിക്കുന്നു. ഹോട്ടലുകളിലെ പഴയ ഭക്ഷണത്തെക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മദ്യം ഇനി കൊരട്ടിയിൽ പടിക്ക് പുറത്ത്. കൊരട്ടിക്കാരെ കണ്ട് പഠിക്കട്ടെ ഇനിയും മിണ്ടാതിരിക്കുന്ന മറ്റു പഞ്ചായത്തുകൾ. കൊരട്ടിയിലെ ഭരണ പ്രതിപക്ഷ മെമ്പർമാർക്ക് ലാൽ സലാം. ശുഭം.